PAP കരാർ പ്രകാരം തമിഴ്നാട്ടിലെ അപ്പർ ഷോളയാറിൽ നിന്നും ഫെബ്രുവരി സെപ്റ്റംബർ മാസങ്ങളിലെ 1-ാം തീയതിക്ക് മുമ്പ് നീരൊഴുക്കി കേരള ഷോളയാർ അണക്കെട്ട് നിറയ്ക്കണമെന്നാണ് വ്യവസ്ഥ. തമിഴ്നാട് ഷോളയാറിൽ നിന്നും ഈ വർഷം ലഭ്യമായത് 7 TMC വെള്ളമാണ്. കരാർ പ്രകാരം 12.3 TMC വെള്ളം തമിഴ്നാട് ഷോളയാറിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ തമിഴ്നാട് ഷോളയാറിൽ നിന്നും വെള്ളം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അവിടുത്തെ വെള്ളം കൊണ്ടുപോയി സംഭരിച്ചിട്ടുള്ള പറമ്പിക്കുളത്തു നിന്നും പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് വെള്ളമെത്തിച്ച് ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് നിലനിർത്തണമെന്ന ആവശ്യമാണ് കേരളത്തിന്റേത്. ഇത് ലോവർ ഷോളയാറിലെ വൈദ്യോൽപാദനത്തെ ബാധിക്കുമെങ്കിലും വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ ജലസേചനത്തിനും കുടിവെള്ളത്തിനുമെങ്കിലും ഈ നീക്കം പ്രയോജനപ്പെടും. തമിഴ്നാട് ഷോളയാറിൽ നിന്ന് മാത്രമല്ല പറമ്പിക്കുളത്തു നിന്നും കേരളത്തിന് പ്രതിവർഷം 4.5 TMC വെള്ളം ലഭിക്കാൻ കരാർ പ്രകാരം അവകാശമുണ്ട്. എന്നാൽ ഇതും വർഷങ്ങളായി പാലിക്കപ്പെടുന്നില്ല. സമ്മർദ്ദം ചെലുത്തുന്നതിലുള്ള ജനപ്രതിനിധികളുടെ പോരായ്മയാണ് തമിഴ്നാട് മുതലെടുക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. നദീ തർക്കമായിട്ട് അല്ലെങ്കിൽ നദീജല പങ്കിടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വേണ്ട ഇടപെടൽ നടത്താമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി നമുക്ക് ഉറപ്പ് തന്നിരുന്നെങ്കിലും അത്തരത്തിൽ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഫലമായി തമിഴ്നാട് നമ്മൾ അന്ന് പറഞ്ഞ സമയത്ത് നിയന്ത്രിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ വെള്ളം നമുക്കന്ന് കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ബാക്കി വെള്ളം ഇപ്പോൾ പറമ്പിക്കുളത്താണുള്ളത്. പറമ്പിക്കുളത്തുനിന്ന് വേണമെങ്കിൽ പൊരിങ്ങൽകുത്തിലേക്ക് വെള്ളം തിരിച്ചുവിട്ട് തരാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റും വെച്ച് കണക്കാക്കുമ്പോൾ അതിനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നില്ല. എറണാകുളം, തൃശൂർ ജില്ലയിലെ 39 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ചാലക്കുടി പുഴയാണ്. ജലലഭ്യത ഇല്ലാതായതുമൂലം ചാലക്കുടി പുഴയെ ആശ്രയിച്ചുള്ള കൃഷിയും ഉണക്ക് ഭീഷണിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറിയും കൃഷിനാശം ഉണ്ട്. പെരിങ്ങൽകുത്തിലെ വൈദ്യോൽപാദനത്തിനും തമിഴ്നാടിന്റെ സമീപനം തിരിച്ചടിയാകും. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.